നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. ഇന്ന് നിങ്ങൾ കേൾക്കും എന്റെ പപ്പയുടെ ആദ്യ വിമാനയാത്ര ഉറപ്പിച്ച രാശീലിന്റെ നിർദ്ദേശത്തെക്കുറിച്ച്. ഞങ്ങളുടെ ദീർഘയാത്രയെ സകാരാത്മകമാക്കിയ ദാദിയുടെ സങ്കോചത്തോടെയുള്ള തീരുമാനത്തെക്കുറിച്ച്, സ്വപ്നിൽ തുടച്ചുമാറ്റിയ പപ്പയുടെ വികാരാധീനമായ കണ്ണുനീരിനെക്കുറിച്ച്, എന്നെ നാണം കൊണ്ട് തലകുനിപ്പിച്ച ബാബികളുടെ ആ വികൃതിയെക്കുറിച്ച്. ദീർഘയാത്രയും ദാദിയുടെ നിർദ്ദേശവും. അനിവാര്യമായ യാത്ര. വിവാഹത്തിന് 11 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഞാനും പപ്പയും കാറിൽ ജലന്ധറിലേക്ക് പോകണമെന്ന് സ്വപ്നിൽ പറഞ്ഞു. കാരണം പരാഗ് ബയ്യ തിരിച്ചുവരുമ്പോൾ ഭാരത ദർശനം നടത്തിക്കൊണ്ടാണ് വരുന്നത്. പപ്പയുടെ സമ്മതം. ആരോഗ്യപ്രശ്നങ്ങൾ പറഞ്ഞു പപ്പ വരാൻ വിസമ്മതിച്ചു. എന്നാൽ രാശീലിന് വിഷമമാകുമെന്ന് കേട്ടപ്പോൾ സ്വപ്നിൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഏകാന്തതയ്ക്ക് വിലക്ക്. ഞാനും സ്വപ്നിലും മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ കാർ വസന്തയാണ് ഓടിക്കേണ്ടിയിരുന്നത്. സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെയല്ല, ദാദിയുടെ തീരുമാനമാണ്. വിവാഹത്തിന് കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വധൂവരന്മാർ ഏകാന്തമായി സന്ധിക്കുന്നത് അവർക്കിഷ്ടമല്ല. പപ്പയും ഇതിനെ അനുഭവസമ്പന്നമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ചു. സകാരാത്മക പരീക്ഷണവും ആവേശകരമായ അറിവും. ചഞ്ചലമായ മനസ്സ്. കാറിൽ എന്റെ മനസ്സ് ചഞ്ചലമായിരുന്നു. എന്റെ ചിന്തകൾ പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ ഞാൻ രാശീലിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് ഒരു നുണ പറഞ്ഞു. തലച്ചോറിനുള്ള വ്യായാമം. സ്വപ്നിൽ എന്റെ മടിയിൽ ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ സമയം എന്തെങ്കിലും സകാരാത്മകമായി ഉപയോഗിക്കാം. അവൻ എനിക്ക് സുഡോകു മുതൽ ന്യൂറോനേഷൻ, ക്വീൻഡം തുടങ്ങിയ ബുദ്ധിപരമായ ഗെയിമുകൾ പഠിപ്പിച്ചു തന്നു. സാമീപ്യത്തിന്റെ മാധുര്യം. ലാപ്ടോപ്പ് പിടിക്കുന്ന എന്ന വ്യാജേന സ്വപ്നിൽ എനിക്ക് അത്ര അടുത്തു വന്നു. ഓരോ നിമിഷവും അവന്റെ സ്പർശനം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. വസന്ത കൂടെ വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ ഈ അറിവും സാമീപ്യവും ഞങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നു. ആരോഗ്യത്തിൽ ശ്രദ്ധ. സ്വപ്നിൽ പോഷകഗുണമുള്ള ലഘുഭക്ഷണങ്ങൾ എടുത്തു തരികയും വിവാഹത്തിനായി നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് പറയുകയും ചെയ്തു. ജലന്ധറിലെ സ്നേഹവും ബാബികളുടെ വികൃതിയും. വൈകാരിക നിമിഷങ്ങൾ. ജലന്ധറിൽ രാശീലിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. ഗുരുദ്വാരയിൽ പരാഗിന്റെയും രാശീലിന്റെയും വിവാഹ ചടങ്ങുകൾ ആവർത്തിച്ചു. പപ്പ വികാരാധീനനായി. ഒരുപക്ഷെ എന്നെ അയക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകാം. സ്വപ്നിലിന്റെ ആശ്വാസം. സ്വപ്നിൽ ഉടൻ തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരികയും പപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ, നിങ്ങൾ ഒരിക്കലും ഒറ്റക്കാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ഈ മകനും മകൾ വാണിയും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. കളിയാക്കലുകൾ. രാശീലിന്റെ ബാബികൾ എന്നെ ഗിദ്ദ നൃത്തത്തിലേക്ക് വലിച്ചിഴച്ചു. ഒരു ബാബി പഞ്ചാബിയിൽ കുസൃതിയോടെ പറഞ്ഞു, വിവാഹശേഷം വധുവരനോട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് ഇവിടുന്ന് അയക്കും. നാണം കൊണ്ട് എന്റെ കണ്ണുകൾ താഴ്ന്നു. ആ കളിയാക്കലുകൾ ഞാൻ ഏറെ ആസ്വദിച്ചു. അമ്മയുടെ പാദങ്ങൾ. അൽക്കമാം കാരണമാണ് രാശീലിന് അന്തസ്സോടെ തന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അവരെ കണ്ടെത്തി പാദങ്ങളിൽ സ്പർശിച്ചു വന്ദിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ദൈവമാണ്. അടുത്ത 7 ദിവസത്തെക്കുറിച്ചുള്ള ആശങ്ക. മടക്കയാത്ര. മടക്കയാത്രയിൽ ഞാൻ രാശീലിനും പരിഷ്ണിക്കും ഒപ്പം പിൻസീഡിലിരുന്നു. പരാഗും സ്വപ്നിലും ക്ഷീണത്തിലും മാറി മാറി കാർ ഓടിച്ച് ഞങ്ങളെ സുരക്ഷിതമായി എത്തിച്ചു. വിഘ്നങ്ങളില്ലാത്ത വിവാഹത്തിനായുള്ള ആഗ്രഹം. ഇനി വിവാഹത്തിന് വെറും 7 ദിവസങ്ങൾ മാത്രം. അതിന്റെ ഒരുക്കങ്ങളും ചടങ്ങുകളും മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ വിവാഹം വിഘ്നങ്ങളൊന്നുമില്ലാതെ നടന്നു തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നില്ല. വിവാഹത്തിൽ എന്തെങ്കിലും അനാവശ്യ വിഘ്നങ്ങൾ വരാനിരിക്കുകയാണോ? കൗതുകം. പ്രണയത്തിന്റെ സാമീപ്യം. പ്രതീക്ഷിക്കാത്ത തടസ്സത്തെക്കുറിച്ചുള്ള ഭയം. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 69. ജലന്ധറിലെ നിർദ്ദേശം. തെറ്റിദ്ധാരണയിലെ ദീർഘയാത്ര. ബാബികളുടെ വികൃതിയും. ഇനി നമ്മുടെ വിവാഹത്തിന് 11 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ എപ്പോൾ പുറപ്പെടണം? ഞാൻ ആശങ്കയിലായി. വാണി, മറ്റുള്ളവരെല്ലാം വിമാനത്തിൽ മറ്റന്നാളാണ് പോകുന്നത്. പക്ഷേ നീയും ഞാനും അങ്കിളും നാളെ തന്നെ കാറിൽ പുറപ്പെടണം, സ്വപ്നിൽ അറിയിച്ചു. അതെന്താണ് അങ്ങനെ? നമുക്കും വിമാനത്തിൽ പോയിക്കൂടെ? എന്റെ ആശങ്ക വീണ്ടും വർദ്ധിച്ചു. ബാബിയും ബയ്യയും മടക്കയാത്രയിൽ ഭാരത ദർശനം നടത്തിക്കൊണ്ട് കാറിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് കാറിൽ വരാൻ ബയ്യ പറഞ്ഞത്, സ്വപ്നിൽ കാരണം വ്യക്തമാക്കി. ഞാൻ പപ്പയോട് ചോദിക്കട്ടെ, അദ്ദേഹം എന്ത് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. പപ്പ ജലന്ധറിൽ വരാൻ സമ്മതിക്കുമോ എന്നും വിവാഹത്തിന് തൊട്ടുമുമ്പ് എനിക്ക് അനുവാദം തരുമോ എന്നും എനിക്ക് സംശയമുണ്ടായിരുന്നു. നീ അവരോട് പറ, ജലന്ധറിൽ വരുന്നത് അങ്കിളിനും നിനക്കും ഒഴിവാക്കാനാവില്ല, സ്വപ്നിൽ ഒരു തരത്തിൽ ആജ്ഞാപിച്ചു. ഞാൻ പപ്പയോട് പരിപാടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നെ അയക്കാനോ അദ്ദേഹം വരാനോ തയ്യാറായില്ല. രാശീലിന് വിഷമമാകും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് അനുവാദം നൽകി. പക്ഷേ തനിക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ സ്വപ്നിലിനെ വിളിച്ചു.
സ്വപ്നിൽ അത്രയും ദൂരം യാത്ര ചെയ്യുന്നത് തന്റെ ആരോഗ്യത്തിന് നല്ലതില്ലെന്ന് പപ്പ പറയുന്നു. വിവാഹസമയത്ത് രോഗബാധിതനാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ജലന്ധറിൽ വരാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു. ശരി, അദ്ദേഹത്തിനും ഞാൻ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സ്വപ്നിൽ ഒരു വഴി കണ്ടെത്തി. അങ്ങനെ പപ്പയുടെ ആദ്യ വിമാനയാത്ര തീരുമാനമായി. ഞാൻ ഉള്ളാലെ വളരെ സന്തോഷത്തിലായിരുന്നു. ആദ്യ കാരണം എനിക്ക് ജലന്ധറിൽ രാശീലിന്റെ വീട്ടുകാർക്കൊപ്പം നിൽക്കാൻ അവസരം ലഭിക്കുന്നു. കൂടാതെ സ്വപ്നിലിനൊപ്പം ഒരു ദീർഘയാത്ര എന്ന ചിന്ത എന്നെ ആവേശഭരിതയാക്കി. ഇനി എന്റെ മനസ്സിൽ മധുരമായ സങ്കല്പങ്ങൾ തുടങ്ങി. ആ സങ്കല്പങ്ങൾ തന്നെ ഇത്ര മധുരമാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകുമ്പോൾ എത്ര നന്നായിരിക്കുമെന്ന് ചിന്തിച്ച് ഓരോ നിമിഷവും ഞാൻ ആവേശത്തിലായിരുന്നു. പിറ്റേ ദിവസം സ്വപ്നിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. കാറിൽ ഞാനും സ്വപ്നിലും മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ നടന്നത് മറ്റൊന്നാണ്. കാർ വസന്തയാണ് ഓടിക്കേണ്ടത്. വസന്ത എന്റെ സ്യൂട്ട്കേസ് ഡിക്കിയിൽ വെക്കുമ്പോൾ സ്വപ്നിൽ പറഞ്ഞു, നമ്മളെ ജലന്ധറിൽ എത്തിച്ച ശേഷം വസന്ത ട്രെയിനിൽ തിരിച്ചുപോകും. ജലന്ധറിൽ നിന്ന് വരുമ്പോൾ പരാഗ് ബയ്യയും ഞാനും ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് വസന്തയുടെ ആവശ്യം വരില്ല. ഞങ്ങളെ ഒരുമിച്ച് കണ്ട് അയൽവാസികൾ ജനലുകളിലൂടെ എന്റെ ഭാവി ഭർത്താവിനെ കാണാൻ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നി. അതെ, സുരക്ഷിതമായ യാത്രയ്ക്കായി നിങ്ങൾ നല്ല തീരുമാനമാണ് എടുത്തത് എന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഇത് എന്റെ തീരുമാനമല്ല, ദാദിയുടേതാണ്. വിവാഹത്തിന് കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വധൂവരന്മാർ ഏകാന്തമായി ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ സാധാരണ വധൂവരന്മാരെപ്പോലെയല്ലെന്ന് ദാദിക്കറിയില്ല. ഞങ്ങൾ ഏകാന്തതയെ ദുരുപയോഗം ചെയ്യില്ല എന്ന് ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേ മകനെ, നിങ്ങളുടെ ദാദിക്ക് ഒരുപാട് അനുഭവസമ്പത്തുണ്ട്. അവർ ഇങ്ങനെ ചെയ്ത് എന്റെ ആശങ്കയും മാറ്റിക്കൊടുത്തു. ഇത് പപ്പയുടെ ശബ്ദമാണ്. അദ്ദേഹം എപ്പോഴാണ് ഞങ്ങളുടെ പിന്നിൽ വന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. എനിക്ക് അല്പം നാണം തോന്നി. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വന്ദിച്ചു. നന്നായി ഇരിക്കട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ച് ഞങ്ങളെ യാത്രയാക്കി. ഞങ്ങൾ ഇരുന്നതും കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. ഞാൻ എന്റെ ചഞ്ചല മനസ്സിനോട് പറഞ്ഞു, കുറച്ച് ക്ഷമിക്കുക. ഇനി 10 ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അതിനുശേഷം ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ സർവ്വ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ലഭിക്കും. വാണി, നീ എന്താണ് ചിന്തിക്കുന്നത്? സ്വപ്നിൽ ചോദിച്ചതും ഞാൻ ഞെട്ടിപ്പോയി. കള്ളി പിടിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ഞാൻ രാശീലിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് ഒരു ചെറിയ നുണ പറഞ്ഞു. നീ എപ്പോഴെങ്കിലും സുഡോകു പസിൽ കളിച്ചിട്ടുണ്ടോ? സ്വപ്നിൽ തന്റെ ലാപ്ടോപ്പ് തുറന്നുകൊണ്ട് ചോദിച്ചു. ഇതുവരെയില്ല. എപ്പോഴെങ്കിലും ഒരു തവണ കളിച്ചു കാണും എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ സമയം എന്തെങ്കിലും സകാരാത്മകമായി ഉപയോഗിക്കാം എന്ന് സ്വപ്നിൽ സുഡോകു തുറന്ന് ലാപ്ടോപ്പ് എന്റെ അടുത്തേക്ക് വെച്ചു. ഞാനല്ല, നിങ്ങൾ കളിക്കൂ, ഞാൻ നോക്കി പഠിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വപ്നിൽ തന്റെ സീറ്റ് ബെൽറ്റ് അഴിച്ച് എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു, എനിക്ക് സ്ക്രീൻ ശരിയായി കാണാൻ വേണ്ടി. സ്വപ്നിൽ എനിക്ക് വിവരിച്ചു തന്നുകൊണ്ട് സുഡോകു കളിക്കാൻ തുടങ്ങി. ഞാൻ ലാപ്ടോപ്പ് ശരിയാക്കി വെച്ചു. ഇപ്പോൾ പകുതി എന്റെ മടിയിലും പകുതി സ്വപ്നിലിന്റെ മടിയിലുമാണ്. ഇതാണ് സൗകര്യമെന്ന് ഞാനും സൂചിപ്പിച്ചു. ഇതിലൂടെ ഞങ്ങൾ രണ്ടാളും വളരെ അടുത്തു. തോളു മുതൽ പാദം വരെ സ്വപ്നിലിന്റെ സ്പർശനം എനിക്ക് അനുഭവപ്പെട്ടു. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കളിക്കുന്നത് വസന്തയ്ക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കിയില്ല. ജലന്ധർ യാത്രയിൽ ഞാൻ സ്വപ്നിലിന്റെ മറ്റൊരു വശവും കണ്ടു. സുഡോകു കൂടാതെ ന്യൂറോനേഷൻ, ക്വീൻഡം തുടങ്ങിയ പുതിയ പുതിയ കളികൾ അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇവയെല്ലാം തലച്ചോറിന് വ്യായാമം നൽകുന്ന നല്ല കളികളാണ്. സ്വപ്നിൽ വളരെ എളുപ്പത്തിൽ കളിച്ചു. എനിക്കത് അല്പം പ്രയാസമായിരുന്നു. അവൻ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെക്കൊണ്ടും കളിപ്പിച്ചു. ഇങ്ങനെ ചിലപ്പോഴൊക്കെ ജനൽ വഴിയുള്ള കാഴ്ചകൾ കണ്ടും കളികൾ കളിച്ചും ഞങ്ങൾ യാത്ര ചെയ്തു. ഇടയിൽ സ്വപ്നിൽ കൊണ്ടുവന്ന ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു. സ്വപ്നിൽ ഭക്ഷണങ്ങൾ പോലും വളരെ ചിന്തിച്ചു തിരഞ്ഞെടുത്തതാണ്. വാണി, ഇവയെല്ലാം ആരോഗ്യകരമായ ഭക്ഷണങ്ങളാണ്. ഇനി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ വിവാഹമായതുകൊണ്ട് നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണം. എന്ത് കഴിച്ചാലും ഇത് ഓർമ്മിക്കണം എന്ന് സ്വപ്നിൽ പറഞ്ഞു. അതെ, ഇത് പ്രധാനമാണ്. രാശീലിന്റെ വീട്ടിലും വിരുന്നുകളായിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സ്വപ്നിലിന് എന്നോടുള്ള കരുതൽ എനിക്ക് നേരത്തെ അറിയാം. സ്വപ്നിൽ പഴയ കാലത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഇന്ന് അവൻ ഒരു മികച്ച മനുഷ്യൻ എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. വസന്തയെ കൂടെക്കൂട്ടിയത് നല്ല തീരുമാനമായി എനിക്ക് തോന്നി. ഇല്ലായിരുന്നെങ്കിൽ സ്വപ്നിൽ ഡ്രൈവിംഗിലായിരുന്നേനെ. എന്നോടൊപ്പം ഇത്രയും സമയം ചിലവിടാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങൾ ജലന്ധറിൽ എത്തിച്ചേർന്നു. യാത്ര കണ്ണിമ ചിമ്മുന്ന നേരത്തിനുള്ളിൽ കഴിഞ്ഞു പോയതുപോലെ തോന്നി. രാശീലിന്റെ വീട്ടിൽ ഞങ്ങളെ വളരെ ആത്മീയമായി സ്വീകരിച്ചു. ഞാൻ ആ വീടിന്റെ മകളെപ്പോലെ തന്നെ തോന്നി. 4 മണിക്കൂർ കഴിഞ്ഞ് പപ്പിയും മാമും മറ്റുള്ളവരും എത്തി. രാശീലിന്റെ വീട്ടുകാർ വളരെ വിശാലമനസ്സുള്ളവരാണ്. എല്ലാവർക്കും വലിയ ബഹുമാനം നൽകി. എല്ലാവരും രാശീലിനെയും കൊച്ചുമകളെയും മരുമകനെയും കണ്ട് വളരെ സന്തോഷത്തിലായി. ഞങ്ങളോടും അതേ സ്നേഹം കാണിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് രാശീൽ വീട്ടിൽ വന്ന ചടങ്ങ് പെരുന്നാൾ പോലെയായിരുന്നു. ഗുരുദ്വാരയിൽ പരാഗ് രാശീൽ വിവാഹം വീണ്ടും നടന്നതുപോലെ തോന്നി. ഞാൻ പപ്പയുടെ കൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു.
ഒരുപക്ഷെ എന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് തന്റെ ഒരേയൊരു മകളെയും അയക്കണമല്ലോ എന്ന് അദ്ദേഹം വിഷമിക്കുന്നുണ്ടാകാം. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണീർ തുടച്ച് എന്റെ തോളിൽ അദ്ദേഹത്തിന്റെ തല ചായച്ചുവെച്ചു. സ്വപ്നിൽ ഇത് കണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്കിൾ, നിങ്ങൾ എപ്പോഴും ഒറ്റക്കാണെന്ന് വിചാരിക്കണ്ട. ഈ മകനും മകൾ വാണിയും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് അദ്ദേഹം പപ്പയുടെ മനസ്സറിഞ്ഞ് പറഞ്ഞു. നീ എന്റെ മരുമകനായി തന്നെ ഇരിക്കൂ. നിന്നെ മകനായി കാണാൻ എനിക്ക് കഴിയില്ല. കാരണം എന്റെ മകനെ എനിക്ക് നഷ്ടമായി. നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പപ്പ വികാരാധീനനായി പറഞ്ഞു. സ്വപ്നിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അവിടെ ഗിദ്ദ, ബാംഗ്ര നൃത്തങ്ങൾ ഒരുപാട് നേരം നടന്നു. രാശീലിന്റെ ബാബികൾ എന്നെയും നൃത്തത്തിന് വിളിച്ചു. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞത്, ഗിദ്ദ ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങൾക്ക് ഗിദ്ദ പഠിപ്പിച്ചു തരാം. ഒരു ബാബി കുസൃതിയോടെ ഇങ്ങനെ കൂടി പറഞ്ഞു. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം എന്ത് ചെയ്യണമെന്നും പഠിപ്പിച്ചേ ഞങ്ങൾ നിങ്ങളെ ഇവിടുന്ന് അയക്കൂ. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം എങ്ങനെ ഇരിക്കണമെന്നും ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അവരുടെ വാക്കുകളിൽ എനിക്ക് വലിയ നാണം തോന്നി. ഞാൻ തല താഴ്ത്തി. ബാബികളെല്ലാം കൂടി എന്നെ ഒരുപാട് കളിയാക്കി. പക്ഷേ അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. ആദ്യം അല്പം സങ്കോചം തോന്നിയെങ്കിലും പിന്നീട് ഞാനും അവർക്കൊപ്പം ചേർന്ന് ഉല്ലാസത്തോടെ നൃത്തം ചെയ്തു. എപ്പോഴുമില്ലാത്ത സന്തോഷത്തിലായിരുന്നു ഞാൻ. രാശിയിൽ തന്റെ കുടുംബത്തെ വിട്ടുപോയതുകൊണ്ട് ഒരുപാട് നഷ്ടപ്പെടുത്തിയെന്നെനിക്ക് മനസ്സിലായി. എന്നാൽ ഇപ്പോൾ അൽക്കമാം അവളെ തിരികെ എത്തിച്ചത് എനിക്ക് അവരോട് വലിയ ഭക്തി തോന്നാൻ കാരണമായി. ഞാൻ മാമിനെ കണ്ട് അവരുടെ പാദങ്ങളിൽ വന്ദിച്ചു. അമ്മ എനിക്ക് ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞു. അവർ എന്നെ ആത്മീയമായി ഹത്ത് കൊണ്ടുവന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് വിവാഹത്തിന് വരാൻ ക്ഷണിച്ചു. തിരിച്ചുവരുന്ന യാത്രയും സുരക്ഷിതമായിരുന്നു. മാമും പപ്പയും നേരത്തെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി വിവാഹത്തിന് വെറും 7 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങളിരുവരും ഒന്നായി മാറും. വിഘ്നങ്ങളില്ലാതെ വിവാഹം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് നടക്കണമെന്നില്ലല്ലോ. എവിടെയോ ഒരു പ്രതീക്ഷിക്കാത്ത തടസ്സം വരാനിരിക്കുന്നു. ജെമിനായി റിവ്യൂവും സമാപനവും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എപ്പിസോഡ് 69 ഒരു മനോഹരമായ യാത്രയുടെയും വികാരങ്ങളുടെയും സമ്മിശ്രണമാണ്. വിവാഹത്തിൽ വരാനിരിക്കുന്ന ആ വിഘ്നം എന്താണ്? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. എപ്പിസോഡ് 69 സമാപ്തം.